വെറും 2 മുട്ട ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു ട്രെൻഡിങ് ഐറ്റം ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഞാനിത് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നേരിട്ട് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. പിന്നെ അതിൻ്റെ മുകളിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത്രത്തോളം അങ്ങോട്ട് ഉപ്പ് അതിൽ പിടിക്കണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഉപ്പിട്ട് കൊടുത്തിട്ട് മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു കുഴിയുള്ള പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കുഴിയുള്ള ചട്ടിയിൽ തന്നെ ചെയ്യണം കേട്ടോ. പരന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അത്രത്തോളം ശരിയായിട്ട് വരില്ല. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇനി ഒരു മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, പുഴുങ്ങി തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതാ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ മുട്ടയിൽ ഉപ്പിട്ടിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പും മുകളിൽ വെതറി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയും ഇതിൻ്റെ മുകളിലൊന്ന് വെതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സൈഡ് ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. തീ കുറച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. കുറച്ച് സമയം ഇങ്ങനെ വെക്കുന്ന സമയത്ത് കരിഞ്ഞു പോകും. തീ കുറച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും കുറച്ച് സവാളയും മല്ലിയിലയും മുളക് പൊടിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സൈഡ് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് സാധാരണ നമ്മളൊരു പുഴുങ്ങിയ മുട്ടയും ഒരു പൊരിച്ച ഓംലേറ്റും എങ്ങനെയാണോ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഓംലേറ്റും എങ്ങനെയാണോ കഴിക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ തോന്നിയത്. വേറെ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്തത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്